الحمدلله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلاقتحم العقبة وما أدراك ما العقبة فك رقبة أو إطعام في يوم ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة. സ്നേഹമുള്ള വിശ്വാസിനികൾ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ സർവലോക പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൽ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന വഴിയെ ജീവിക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാം അനുഭവിക്കുന്ന എല്ലാത്തരം പ്രയാസങ്ങൾക്കും അല്ലാഹു പൂർണ്ണമായ പരിഹാരം നൽകുമാറാകട്ടെ. രോഗികൾക്ക് പൂർണ്ണമായ ശിഫയും ഈമാനോടുകൂടി നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തവാഫ് കഴിഞ്ഞ് ഹാജിമാർക്ക് വെള്ളം നൽകുന്ന സ്ഥലത്ത് എത്തുകയും അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പിതൃവ്യൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് കുടിക്കാൻ സംസം ആവശ്യപ്പെടുകയും ചെയ്തു. അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ മകനോട് ഉമ്മയുടെ അടുത്ത് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇവിടെ കൊടുക്കുന്ന ഈ വെള്ളം തന്നെ മതി എനിക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും വെള്ളം ചോദിച്ചു.
ആ സമയത്ത് അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, ഈ വെള്ളം അത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർ അതിൽ കൈയിട്ടിട്ടുണ്ട്, കൈ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്കും ആ വെള്ളം തന്നെ മതി എന്ന് പറയുകയും അതിൽ നിന്ന് വാങ്ങി കുടിക്കുകയും ചെയ്തു. ശേഷം അവിടെ ഹാജിമാർക്ക് വെള്ളം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അടുത്ത് ചെന്നുകൊണ്ട് അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യഅമലു ഫഇന്നകും അലാ അമലിൻ സ്വാലിഹിൻ, തീർച്ചയായും നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം അത് തുടരുക. തീർച്ചയായും നിങ്ങൾ ഈ ചെയ്യുന്നത് ഒരു വലിയ സൽക്കർമ്മമാണ്. ആളുകൾക്ക് വെള്ളം നൽകുക എന്നത് നിങ്ങൾ ചെയ്യുന്നൊരു വലിയ സൽക്കർമ്മമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ثم قال لولا أن تغلبوا لا نزلت حتى أضع الحبل على هذه يعني عاتقه وأشار إلى عاتقه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനും നിങ്ങളോടൊപ്പം ഈ ജോലിയിൽ ഏർപ്പെട്ടാൽ ആളുകളെല്ലാവരും എന്നോടൊപ്പം ഇവിടെ തടിച്ചുകൂടുകയും ഇപ്പോൾ ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് പിന്നെ അത് ചെയ്യാൻ കഴിയാതെ വരികയും ചെയ്യും എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇല്ലെങ്കിൽ ഞാനും എൻ്റെ ചുമലിൽ ഈ കയറ് വെച്ചുകൊണ്ട് ആളുകൾക്ക് വെള്ളം കൊടുക്കാൻ ഈ സംസം കിണറിൻ്റെ ഈ പ്രവൃത്തിയിലേക്ക് ഞാൻ ഇറങ്ങുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. നോക്കൂ, നിങ്ങൾ മറ്റുള്ളവർക്ക് സേവനം ചെയ്യുക, മറ്റുള്ളവരെ സഹായിക്കുക എന്നതിന് എത്രത്തോളം പ്രാധാന്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയത്. അവിടെയുള്ള ആ സംസം വെള്ളം വിതരണം ചെയ്യുന്ന ആളുകളോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങൾ ഈ ചെയ്യുന്ന പണി ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സൽക്കർമ്മമാണ്, അതുകൊണ്ട് നിങ്ങളത് തുടരുക. ഞാനും അതിൽ നിങ്ങളോടൊപ്പം ചേരും. പക്ഷേ ആളുകൾ ഇവിടെ തടിച്ചുകൂടി പിന്നീട് നിങ്ങൾക്ക് ഈ പ്രവൃത്തി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന്. നമ്മുടെ സഹോദരങ്ങളെ, മറ്റുള്ളവർക്ക് നൽകുന്ന സേവനം, പ്രത്യേകിച്ചും അവർക്ക് വെള്ളം നൽകുക, കഴിക്കാൻ ഭക്ഷണം നൽകുക, പട്ടിണിപ്പാവങ്ങളെ സഹായിക്കുക എന്നത് വിശുദ്ധ ഇസ്ലാം വലിയ പ്രോത്സാഹനം നൽകിയിട്ടുള്ള, വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണം, അലി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന ഫിൽ ജന്നതി ഉറഫൻ, തീർച്ചയായും സ്വർഗത്തിൽ ഒരു വീട് അല്ലെങ്കിൽ ഒരു മുറിയുണ്ട്. അതിൻ്റെ പ്രത്യേകത തുറാ ളുഹൂറുഹാ മിൻ ബുത്തൂനിഹാ വ ബുത്തൂനുഹാ മിൻ ളുഹൂരിഹാ. അതിൻ്റെ പ്രത്യേകത അത് അകത്ത് നിന്ന് അതിൻ്റെ പുറംഭാഗം കാണാനും പുറത്ത് നിന്ന് അതിൻ്റെ അകം കാണാനും കഴിയുന്ന രൂപത്തിലാണ് മനോഹരമാക്കി അള്ളാഹു അതിനെ സംവിധാനിച്ചിട്ടുള്ളത്. ഫഖാമ അഅറാബിയ്യുൻ ഫഖാൽ, അപ്പോൾ സദസ്സിലുള്ള അറാബികളുടെ കൂട്ടത്തിൽ നിന്ന് വന്ന ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എഴുന്നേറ്റ് ചോദിച്ചു, ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇത് ആർക്കാണ് കിട്ടുക? അത് സ്വഹാബത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ പലപ്പോഴും ഹദീസുകൾ ആവർത്തിച്ച് കേൾക്കും, നന്മകളുടെ പ്രതിഫലം കേൾക്കും, നമ്മളങ്ങനെ കേട്ടുപോകും. പക്ഷെ ഇത്തരം നന്മകളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ സ്വഹാബത്ത് അത് ആർക്ക്, എന്തിന്, എന്ത് ചെയ്താൽ എന്നൊക്കെ പ്രത്യേകം ചോദിക്കും. അപ്പോൾ അറാബിയായ സ്വഹാബി ചോദിച്ചു, ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇത് ആർക്ക് കിട്ടുന്നതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ലിമൻ അതാബൽ കലാം, സംസാരം നന്നാക്കിയവന്, വ അത്അമത് തുആം, മറ്റുള്ളവർക്ക് ഭക്ഷണം ആവശ്യമുള്ളവർക്ക് ഭക്ഷണം കൊടുത്തവന്, വ അദാമ സിയാം, നോമ്പ് പതിവാക്കിയവന്, വസല്ലാ ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുന്ന രാത്രിയിൽ എഴുന്നേറ്റ് രാത്രി നമസ്കരിക്കുന്നവന്. അവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വലിയ അനുഗ്രഹമായ സ്വർഗത്തിലെ ഈ ഭവനം ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം. ധാരാളം നന്മകൾ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. സംസാരത്തിൻ്റെ കാര്യം പറഞ്ഞു, നോമ്പിൻ്റെ കാര്യം പറഞ്ഞു, രാത്രി നമസ്കാരത്തിൻ്റെ കാര്യം പറഞ്ഞു. നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമായ മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുക എന്നതിൻ്റെ പ്രാധാന്യവും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ പഠിപ്പിക്കുന്നു. നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ ചുറ്റും ജീവിക്കുന്ന സാധുക്കളായ ഭക്ഷണത്തിന് ആവശ്യമുള്ള പട്ടിണിപ്പാവങ്ങളെ സഹായിക്കുകയും അവർക്കൊരു നേരത്തെ അന്നത്തിനുള്ള വകയെങ്കിലും ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നത് അത്ര വലിയ പ്രതിഫലം കിട്ടുന്ന കർമ്മമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുക. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ എത്ര ഗൗരവത്തിലും താക്കീതിൻ്റെ സ്വരത്തിലുമൊക്കെയാണ് ആ വിഷയം നമ്മളോട് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, മതത്തെ കളവാക്കിയവൻ്റെ അടയാളം
നമുക്ക് എല്ലാവർക്കും മനപ്പാടമുള്ള സൂറത്തുൽ മാഊനിന്റെ തുടക്കത്തിൽ അല്ലാഹു പറഞ്ഞില്ലേ, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, മതത്തെ കളവാക്കിയവനെ നീ കണ്ടുവോ? ഫദാലികല്ലദീ യദ്ഉൽ യതീം, അത് അനാഥയെ തള്ളിപ്പറയുന്നവനാണ്. വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, സാധുവിന്റെ മിസ്കീന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രോത്സാഹനം നൽകാത്തവൻ. എത്ര ഗൗരവ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. മതത്തെ തന്നെ നിഷേധിച്ചവൻ, അല്ലല്ല, പരലോകല്ല, മരണത്തിനപ്പുറം ഒരു ജീവിതമല്ല എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രകൃതക്കാരൻ്റെ മതമില്ല എന്ന് പറയുന്നവൻ്റെ ഒരു അടയാളമാണ് അവൻ അനാഥയെ തള്ളിപ്പറയും. സാധുവിൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, മിസ്കീനിൻ്റെ പട്ടിണിപ്പാവങ്ങളുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രോത്സാഹനം പോലും അവൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. മറ്റൊരിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, പരലോകത്ത് വിജയം ലഭിക്കാൻ, സ്വർഗം ലഭിക്കാൻ നമുക്ക് ചില വഴികളുണ്ട്. ആ മലമ്പാതയെ മനുഷ്യൻ താണ്ടിക്കടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്, എന്താണ് ആ മലമ്പാത, ആ ചുരമാർഗം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫലഖ്തഹമൽ അഖബ വമാ അദ്റാക മൽ അഖബ. ഇല്ല, അവൻ ആ മലമ്പാതയെ മറികടക്കുന്നില്ല, ആ ചുരമാർഗത്തെ അവൻ താണ്ടിക്കടക്കുന്നില്ല. വമാ അദ്റാക മൽ അഖബ, എന്താണ് ആ മലമ്പാത, എന്താണ് നാം സഞ്ചരിച്ച് മറികടക്കേണ്ട വഴി, എന്താണ്? ഫക്കു റഖബ, അടിമയെ മോചിപ്പിക്കലാൻ. ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്അബ, ഭക്ഷണം ആവശ്യമുള്ള, പട്ടിണിയും പ്രയാസവും അനുഭവിക്കുന്ന ദിവസങ്ങളിൽ ഭക്ഷണം കൊടുക്കലാണ്. ആർക്ക്? യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്രബ, അടുത്ത ബന്ധമുള്ള അനാഥക്കും അതുപോലെ തന്നെ ആവശ്യക്കാരനായ മിസ്കീനിനും പട്ടിണിയുടെയും കഷ്ടപ്പാടിൻ്റെയും ദിവസങ്ങളിൽ ഭക്ഷണം കൊടുക്കലാണ് ആ വഴി. ആ വഴിയെ താണ്ടിക്കടക്കാൻ മനുഷ്യൻ ശ്രമിക്കുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബലദിൽ ഒരു താക്കീദിൻ്റെ സ്വരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയാൻ. മാത്രമല്ല സഹോദരങ്ങളെ, ഇവിടെ തന്നെ അള്ളാഹുവിൻ്റെ പരിഗണന കിട്ടാൻ, മനുഷ്യൻ്റെ ഒരു പ്രകൃതമാണ് അത്യാവശ്യം തരക്കേടില്ലാതെ കഷ്ടപ്പാടുകളില്ലാതെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ചില ആളുകളൊക്കെ അത് വലിയൊരു സംഭവമായി പറഞ്ഞ് പടച്ചോനിൽ നിന്ന് എന്നെ എന്തോ പ്രത്യേകമായിട്ട് എന്നെ ഒരു പരിഗണന തന്നതാണ് എന്ന് പറയും. എന്നാൽ പടച്ചറപ്പ് ഒരു പരീക്ഷണം കൊടുത്താൽ അള്ളാഹു എന്നെ അവഗണിച്ചു കളഞ്ഞു എന്ന് പറയും. എന്നാൽ ഇത് രണ്ടുമല്ല, അതൊക്കെ അള്ളാഹിൻ്റെ ചില പരീക്ഷണങ്ങളാണ്. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് പറഞ്ഞ എന്താ? കല്ലാ ബൽ ലാ തുക്രിമൂനൽ യതീം, പക്ഷെ നിങ്ങൾ അനാഥയെ ആദരിക്കുന്നില്ല. വലാ തഹാദ്ദൂന അലാ തുആമിൽ മിസ്കീൻ, സാധുവിൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രോത്സാഹനം പോലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. ഇതൊക്കെ നിങ്ങളും ചെയ്യണമെന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയത്. പരലോകത്ത് പരാജിതരാകുന്ന മനുഷ്യർ, ചില ആളുകൾ വലതുകൈയിൽ ഗ്രന്ഥം ഏറ്റുവാങ്ങും, എന്നിട്ട് സന്തോഷിക്കും. ആ ഗ്രന്ഥം വായിച്ചു നോക്കാൻ കൂടെയുള്ളവരോടൊക്കെ ആവശ്യപ്പെടും, അവൻ സ്വർഗത്തിൻ്റെ ഉന്നതികളിലായിരിക്കും. വേറെ ചില ആളുകൾ ഇടത് കൈയിൽ ഗ്രന്ഥം ഏറ്റുവാങ്ങി മരണത്തോടുകൂടി എല്ലാം അങ്ങ് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറയും. അവനെ ചെങ്ങലകളിൽ ബന്ധിച്ച് 70,000 മുഴം നീളമുള്ള ചെങ്ങലയിൽ ബന്ധിച്ചവനെ നരകത്തിലേക്ക് എറിയും. എന്നിട്ട് അവൻ ചെയ്ത തെറ്റ് അല്ലാഹു പറയുന്നത് എന്താണെന്നറിയോ? ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അദീം, മഹാനായ അവന്റെ രക്ഷിതാവിൽ റബ്ബിൽ അവൻ വിശ്വസിച്ചില്ല, അല്ലാഹുവിൽ വിശ്വസിച്ചില്ല. വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, സാധുവിന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അവനൊരു പ്രോത്സാഹനം പോലും നൽകിയതില്ല. വിശ്വാസം ശരിയായില്ല. ആ വിശ്വാസമുണ്ടെങ്കിൽ അവനിൽ സംഭവിക്കേണ്ട, മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകേണ്ട കാര്യത്തിൽ ഒരു പ്രോത്സാഹനം പോലും അവനിൽ നിന്നുണ്ടായില്ല. സഹോദരങ്ങൾ, ഈ പ്രോത്സാഹനം എന്ന് പറഞ്ഞല്ലോ എല്ലാ ആയത്തിലും. ഭക്ഷണം കൊടുത്തില്ല എന്നല്ല പറഞ്ഞ, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പ്രോത്സാഹനം ഉണ്ടായില്ല. ഇതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ? നമ്മൾ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, അതിനൊരു പദ്ധതി അവരുണ്ടാക്കിയില്ല, അതിന് പരിശ്രമിച്ചില്ല, അതിന് കൂട്ടായൊരു അധ്വാനം അവരിൽ നിന്ന് ഉണ്ടായില്ല എന്നാണ് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ തഫ്സീറുകളിൽ രേഖപ്പെടുത്തിയത്. സഹോദരങ്ങളെ, നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്, അൽഹംദുലില്ലാ. ഇന്ന് ഈ സമയമായപ്പോഴേക്കും നമ്മൾ എത്ര സുഭിക്ഷമായി കഴിച്ചിട്ടുണ്ടാകും. ഇനി ഈ ജുമുഅ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്നത് എത്ര സ്വാദിഷ്ടമായ ഭക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമാ ദീർഘമായ കാലത്തെ പട്ടിണി,
ആ പട്ടിണി കഴിഞ്ഞ് കഷ്ടപ്പാടുമായി വിശപ്പ് സഹിക്കാൻ കഴിയാതെ പുറത്തിറങ്ങി. ആരാണ് സഹോദരങ്ങളെ? അള്ളാൻ്റെ റസൂലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിലെ ഏറ്റവും ഉത്തമരായ 2 മനുഷ്യരും റളിയല്ലാഹു അൻഹും, അവർ കഷ്ടപ്പാട് സഹിച്ച് വിശപ്പ് സഹിക്കാൻ കഴിയാതെ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ ഒരു അൻസ്വാരിയായ സ്വഹാബി അവരെ കൂട്ടിക്കൊണ്ടുപോയി ഒരല്പം കാരക്ക കൊടുത്ത് ചെറിയൊരു ഭക്ഷണം ഉണ്ടാക്കി അവർക്ക് കൊടുത്ത് അത് കഴിച്ചു പോരുമ്പോൾ എത്രയോ ദിവസം കഴിഞ്ഞ് കിട്ടിയ ആ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനോടും ഉമറിനോടും പറയാണ്, അനുഗ്രഹങ്ങളെക്കുറിച്ച് അന്ന് നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകുന്ന അള്ളാഹ് പറഞ്ഞില്ലേ, ഇപ്പം നമുക്ക് ഈ കിട്ടിയ ഭക്ഷണത്തെക്കുറിച്ച് അള്ളാഹു നമ്മളോട് ചോദിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ സഹോദരങ്ങളെ, എന്നോടും നിങ്ങളോടുള്ള ചോദ്യം എത്രയായിരിക്കും? അള്ളാഹു അവിടെ ഉത്തരം പറയാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നേരത്തെ പട്ടിണിയുടെ കണക്ക് നമുക്ക് പറയാണ്ടോ? അതുകൊണ്ട് നന്ദി കാണിക്കണം നമ്മൾ. ആ നന്ദി കാണിക്കൽ മറ്റു പട്ടിണി പാവങ്ങളെ സഹായിച്ചു കൊണ്ടാകണം. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു അള്ളാഹ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകണം. അതിനുള്ള വഴി എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹു ഫീ ഔനിൽ അബ്ദ്, അള്ളാഹു ഒരു അടിമയെ സഹായിച്ചു കൊണ്ടേയിരിക്കും. മാക്കാനിൽ അബ്ദു ഫീ ഔനി അഖീ, ആ അടിമ തൻ്റെ മറ്റു സഹോദരങ്ങളെ സഹായിക്കുന്ന അത്രയും സമയം. അതുകൊണ്ട് അള്ളാൻ്റെ സഹായം കിട്ടണോ നമ്മൾ സഹായിക്കണം. അതുകൊണ്ട് സഹോദരങ്ങൾ, നമുക്ക് ഒരു മിസ്കീനെങ്കിലും ഏറ്റെടുക്കാൻ കഴിയണം. ഇൻഷാ അല്ലാഹ് നമുക്കൊരു പദ്ധതിയുണ്ട്. ട്രീറ്റ് എന്നാണ് ആ പദ്ധതിയുടെ പേര്. വിശപ്പില്ലാത്ത വീടുകൾ എന്നാണ് നമ്മുടെ ലക്ഷ്യം. ഒരു മാസം 2000 രൂപക്ക് നമ്മൾ നിശ്ചയിക്കുന്ന ഒരു കടയിൽ നിന്ന്, അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്ന ഒരു കടയിൽ നിന്ന് നമ്മൾ ആ കടയിൽ ഒരു കുടുംബത്തിൻ്റെ പണം 2000 രൂപ മാസത്തിൽ ഏൽപ്പിച്ചാൽ ആ കുടുംബത്തിന് അവിടെ വന്ന് അവർക്ക് ആവശ്യമായ സാധനം വാങ്ങി പോകാൻ പറ്റുന്ന ഒരു പദ്ധതി. 2000 രൂപ ഒരു മാസം ഒരു കുടുംബത്തിന് വേണം. ഇപ്പോൾ ഈ ഖുത്ബ കേൾക്കുന്നവരും ഇൻഷാ അല്ലാഹ് ഓൺലൈൻ വഴി ഭാവിയിൽ നമ്മുടെ ഖുത്ബ കേൾക്കുന്ന ആരാണെങ്കിലും, നമ്മൾ ഏത് നാട്ടുകാരാണെങ്കിലും, നമ്മുടെയൊക്കെ നാട്ടിൽ വിസ്ഡം യൂത്തിൻ്റെ ഈ ട്രീറ്റ് പദ്ധതിയുണ്ട്. നമ്മൾ പറയണം, ഒരു കുടുംബത്തിൻ്റെ ഒരു കൊല്ലം പറയാൻ പറ്റുന്നവർ അൽഹംദുലില്ലാഹ് ഈ പള്ളിയിലുണ്ട്. അല്ലാഹു അവരുടെ ആ ഒരു അനുഗ്രഹീത അവസ്ഥ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. 2-3 കുടുംബത്തെ വർഷങ്ങൾ ഏറ്റെടുക്കാൻ സാമ്പത്തികമായി അള്ളാഹു കെൽപ്പ് തന്ന, ത്വാക്കത്ത് തന്ന ആളുകൾ ഇവിടെ ഉണ്ട്. ചിലപ്പോൾ പകുതി കൊടുക്കാൻ പറ്റുന്നവരുണ്ടാകും. എൻ്റെ അധ്വാനം കൊണ്ട്, എൻ്റെ പരിശ്രമം കൊണ്ട് പട്ടിണിയുള്ള ദിവസങ്ങളിൽ ഒരു മിസ്കീനെങ്കിലും ഭക്ഷണം കഴിക്കണം റബ്ബേ. ഞാൻ സുഭിക്ഷമായി കഴിക്കുന്നു. നാളെ പരലോകത്ത് എൻ്റെ സുഭിക്ഷതയെക്കുറിച്ച് ചോദിക്കുമ്പോൾ, പടച്ചോനെ അയലോകത്തെ 2 കുടുംബവും കൂടി ഞാൻ നോക്കിയിട്ടുണ്ട് എന്ന് എനിക്ക് പറയാൻ കഴിയണമെന്ന നീയത്തോടുകൂടി ഇൻഷാ അല്ലാഹ് ഇന്ന് ഖുത്ബ കഴിയുമ്പോൾ ബക്കറ്റിൽ പൈസ ഇടല്ല, അവിടെ നമ്മുടെ പ്രവർത്തകരുണ്ടാകും. നമ്മൾ ഏറ്റെടുക്കണം. ചിലപ്പോൾ നമ്മൾ ഏറ്റെടുത്ത് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പ്രതിസന്ധികൾ വരാം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവിടെ നമുക്ക് പറയാം, ഇന്നൊരു പ്രയാസമുണ്ട്, അതുകൊണ്ട് ഇന്നൊരു ഇടവേളയിൽ കഴിയാത്തതുണ്ടെങ്കിൽ നമുക്കത് അങ്ങനെ പറയാം. നമ്മൾ ഏറ്റെടുക്കണം. ഈ ഹദീസ് നമ്മൾ മറക്കരുത്. വല്ലാഹു ഫീ ഔനിൽ അബ്ദ് മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്ന അത്രയും കാലം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. മാസങ്ങളുടെ പട്ടിണിക്ക് ശേഷം കിട്ടിയ ഒരു നേരത്തെ അല്പം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പോലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്തെക്കുറിച്ച് ഓർത്തുവെങ്കിൽ, നാളിത്രയായിട്ടും സഹോദരങ്ങളെ, ഒരു നേരത്തെ പട്ടിണിയുടെ കണക്ക് പറയാനില്ലാത്ത ഞാനും നിങ്ങളും ഇങ്ങനെയെങ്കിലുമൊക്കെ പരലോകത്തേക്ക് വേണ്ടി അധ്വാനിക്കുക, പരിശ്രമിക്കുക. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ, പരിസരങ്ങളിലുള്ള അനാഥകളെ, സാധുക്കളെ, മിസ്കീനുകളെ നമ്മൾ ഏറ്റെടുക്കുക. മിസ്കീന് കുറച്ചുകൂടി പ്രയാസമാണ്. ഫഖീർ ഒരു പക്ഷേ നാട്ടിൽ എല്ലാവർക്കും അറിയും, അനേകം സംഘടനകൾ സഹായിക്കും. മിസ്കീനെ നമ്മൾ അങ്ങോട്ട് തേടി പിടിച്ച് കണ്ടെത്തിപ്പോണം. ജാബിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നടന്നു പോകുമ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു തൻ്റെ പ്രതിസന്ധി ഇങ്ങോട്ട് പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്ത്രപൂർവ്വം അങ്ങോട്ട് ചോദിച്ചു. അദ്ദേഹം ദാരിദ്ര്യത്തിലാണ് എന്ന് മനസ്സിലാക്കി. അവശനായ അദ്ദേഹത്തിൻ്റെ ഒട്ടകത്തെ വിൽക്കണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. അന്ന് ആ ഒട്ടകത്തിന് ലഭിക്കാവുന്ന വിലയുടെ ഇരട്ടി കൊടുത്തു. പിരിഞ്ഞു പോകുമ്പോൾ ആ ഒട്ടകത്തെ കൂടി ജാബിർ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു കൊടുത്തു. നോക്കൂ നിങ്ങൾ, അങ്ങോട്ട് അന്വേഷിച്ച് ഇടപെട്ടു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മാർഗം നമ്മൾ സ്വീകരിക്കുക, നമ്മൾ ഏറ്റെടുക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്.
സ്നേഹമുള്ള വിശ്വാസിനികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം പറഞ്ഞ ഈ ഹദീസ്, അതിൻ്റെ ബാക്കി ഒരു ദീർഘമായ ഹദീസാണ്. അതിൻ്റെ ഒരു അടുത്ത ഭാഗം നേരെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ, ഒരാൾ അറിവ് അന്വേഷിച്ചൊരു വഴിയിൽ പ്രവേശിച്ചാൽ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന, അവൻ്റെ സ്വർഗത്തിൻ്റെ വഴി അള്ളാഹു അവന് എളുപ്പമാക്കി കൊടുക്കും. അതുകൊണ്ട് ദീന് നമ്മൾ പഠിക്കൽ നമ്മുടെ ഓരോരുത്തരുടെയും നിർബന്ധ ബാധ്യതയാണ്. അതിനുള്ള വഴി നമ്മൾ അങ്ങോട്ട് അന്വേഷിക്കുകയാണ് വേണ്ടത്. എനിക്ക് ദീന് പഠിക്കാൻ, ഖുർആൻ പഠിക്കാൻ, ഹദീസ് പഠിക്കാൻ എന്ത് വഴിയുണ്ട് എന്ന് നമ്മുടെ ബാധ്യതയായതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് അന്വേഷിക്കണം. പക്ഷെ അൽഹംദുലില്ലാഹ് നമുക്ക് ഒരുപാട് വഴികളുണ്ട്. ഒരുപാട് ആളുകൾ വൈകുന്നേരമൊക്കെ കച്ചവടവും മറ്റും തിരക്കുള്ള ആളുകളുണ്ട്. അവർക്ക് വേണ്ടി എല്ലാ വ്യാഴാഴ്ചയും രാത്രി 8:30 മന്ന നമ്മുടെ സിഗ്നലിൻ്റെ ഭാഗത്തായിട്ട് നമ്മുടെ ഒരു സംവിധാനം കണ്ടെത്തി അവിടെ ഒരു ടൗൺ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ നമ്മൾ ആരംഭിക്കുകയാണ്. ഈ വ്യാഴാഴ്ച മുതൽ എല്ലാ വ്യാഴാഴ്ചയും. മഗ്‌രിബിന് എന്താ ക്ലാസ്സിലെത്താത്തത്, അത് കടയും തിരക്കുവാണെന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സാണ്. അതുകൊണ്ട് അവസരം നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ ബാധ്യതയാണ്. നിറവേറ്റിയിട്ടില്ലെങ്കിൽ പടച്ച റബ്ബിൻ്റെ അടുത്ത് നമ്മൾ കുറ്റക്കാരാണെന്ന് തിരിച്ചറിഞ്ഞ് ഇത്തരം സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകൾക്കും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ അള്ളാഹു നമ്മെ തുണക്കുമാറാകട്ടെ. സാധുക്കളെ സഹായിക്കാനുള്ള വിശാല മനസ്സും അറിവന്വേഷിച്ച് പുറപ്പെടാനുള്ള തൗഫീഖും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ഹദീസിൽ വാഗ്ദാനം ചെയ്ത ഈ 2 നേട്ടങ്ങൾ ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം ബഹുമാന്യനായ നമ്മുടെ മാസ്റ്റർ ലത്തീഫ് കയുടെ ഉപ്പ മരണപ്പെടുകയുണ്ടായി. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാൻ ഉൾക്കൊണ്ട് മരണപ്പെട്ടവർക്കെല്ലാം അള്ളാഹു സ്വർഗീയമായ അനുഭവങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.